ധർമ്മസംഘധ്വനി ആൻഡ് ധർമ്മസംഘന്യാസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 2024 ധർമ്മ പ്രതിഭാ പുരസ്കാരം ജനം ടിവിക്ക് സമ്മാനിച്ചു. ജനം ടിവി ഡയറക്ടർ നേപ്പ മുരളി അവാർഡ് ഏറ്റുവാങ്ങി. ചടങ്ങിൽ രാമായണ പാരായണ മത്സരത്തിലെ വിജയികൾക്ക് സമ്മാന വിതരണവും നടത്തി. ഗുരുവായൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ധർമ്മസംഘ ന്യാസ് ട്രസ്റ്റ് സെക്രട്ടറി സതീഷ് കെജിയിൽ നിന്ന് ജനം ടിവി ഡയറക്ടർ നെപ്പ മുരളി പുരസ്കാരം ഏറ്റുവാങ്ങി. ഈ ട്രസ്റ്റ് നടത്തുന്നത് അത്ഭുതകരമായ കാര്യങ്ങളാണ്. ഈ ചുരുങ്ങിയ 4 വർഷങ്ങൾ കൊണ്ട് തന്നെ ഇത്രയും വലിയ ഒരു ഓർഗനൈസേഷനായിട്ട് അതിനെ വളർത്താൻ സാധിച്ചത് അതിൻ്റെ സംഘാടകരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. 2 വാക്ക് നിങ്ങൾക്ക് ഞാൻ നിങ്ങളോട് പറയാണ്. ധർമ്മസംഘധ്വനി, ധർമ്മസംഘന്യാസ്. ധർമ്മം എന്നുള്ള വാക്ക് തന്നെ മതി, 1 വർഷം വേണം അതൊന്ന് മുഴുവൻ പറഞ്ഞു തീർക്കണമെങ്കിൽ. മാതൃധർമ്മം, പിതൃധർമ്മം, പുത്രധർമ്മം, രാജധർമ്മം, ഇങ്ങനെ പോവാണത്. അപ്പോൾ ഓരോരുത്തർക്കും ധർമ്മങ്ങളുണ്ട്. എന്താണ് അമ്മ ചെയ്യേണ്ടത്, അച്ഛൻ എന്താണ് ചെയ്യേണ്ടത്, ഗുരുനാഥൻ എന്താണ് ചെയ്യേണ്ടത്, രാജാവ് എന്താണ് ചെയ്യേണ്ടത്. ഈ വാക്ക് ഭാരതത്തിന്റെ മാത്രം വാക്കാണ് ധർമ്മം എന്നുള്ളത്. ചടങ്ങിൽ രാമാമൃതം രാമായണ മത്സരത്തിൽ പങ്കെടുത്ത 100 കണക്കിന് വിദ്യാർത്ഥികൾക്ക് സമ്മാന വിതരണം നടത്തി. ശ്രീ ചെറായി, ഷാബു പ്രസാദ്, മുരുകേഷ് എന്നിവർക്ക് ധർമ്മകീർത്തി പുരസ്കാരവും ഗായകൻ രഞ്ജിൻ രാജിന് സർഗപ്രതിഭ പുരസ്കാരവും ചടങ്ങിൽ സമ്മാനിച്ചു. ജനം, തൃശൂർ.